So welcome to the SAP Q&A series. എന്താണ് SAP end userഉം SAP consultancyയും തമ്മിലുള്ള വ്യത്യാസം? Okay, let's imagine a company named ABC and in that company they are using SAP S/4HANA software. അവിടെ വർക്ക് ചെയ്യുന്ന അക്കൗണ്ടന്റ് ആണെങ്കിലും സെയിൽസിൽ വർക്ക് ചെയ്യുന്ന സെയിൽസ് അസിസ്റ്റന്റ് ആണെങ്കിലും പർച്ചേസ് അസിസ്റ്റന്റ് ആണെങ്കിലും ഇൻവോയ്സ് എൻറ്റർ ചെയ്യുന്നതും ജേണൽ എൻട്രി പോസ്റ്റ് ചെയ്യുന്നതും ഈ S/4HANA സോഫ്റ്റ്വെയറിലാണ്. സോ ദേ ആർ യൂസിങ് ദയർ ബിസിനസ് പ്രോസസ് ഇൻസൈഡ് ദ S/4HANA സോഫ്റ്റ്വെയർ. അവരെയാണ് നമ്മൾ SAP എൻഡ് യൂസേഴ്സ് എന്ന് പറയുന്നത്. ആൻഡ് SAP കൺസൾട്ടന്റ് ഡിസൈൻസ് ദ SAP സോഫ്റ്റ്വെയർ. ഈ എൻഡ് യൂസേഴ്സിന് ആ സോഫ്റ്റ്വെയർ ഉപയോഗപ്രദമാക്കി കൊടുക്കുന്നത് SAP കൺസൾട്ടന്റ് ആണ്. ദേ കോൺഫിഗർ, കസ്റ്റമൈസ് ആൻഡ് ഇംപ്ലിമെന്റ് ദ SAP S/4HANA സോഫ്റ്റ്വെയർ സോ ദാറ്റ് ദ കമ്പനി ക്യാൻ യൂസ് ഇറ്റ് അക്കോർഡിംഗ്ലി. സോ ആൻ എൻഡ് യൂസറിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ കമ്പനി അവർക്ക് കൊടുത്തിരിക്കുന്ന വർക്ക് SAP S/4HANA സോഫ്റ്റ്വെയറിൽ ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. അവർക്ക് ആ സോഫ്റ്റ്വെയർ എങ്ങനെയാണ് റൺ ചെയ്യുന്നതെന്ന് അറിയേണ്ട ആവശ്യമില്ല. ബട്ട് ആൻ SAP കൺസൾട്ടന്റ് ഷുഡ് നോ വാട്ട് ആൻ SAP എൻഡ് യൂസർ നീഡ്സ് ആൻഡ് കോൺഫിഗർ ഇറ്റ് ടു ദ SAP S/4HANA സോഫ്റ്റ്വെയർ. അതുകൊണ്ട് തന്നെ ഒരു എൻഡ് യൂസറിനെ അപേക്ഷിച്ച് ഒരു SAP S/4HANA കൺസൾട്ടന്റിന് വളരെയധികം ജോലി സാധ്യതകളും ബെറ്റർ കരിയർ ഗ്രോത്തും സാധ്യമാണ്. Make sure you do follow for the next part.